ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖവും ശരീരവും ഒരേപോലെ നിറം വെച്ച് തിളക്കാൻ സഹായിക്കുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഒരുപാട് പേര് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരുപാട് ക്രീം ഉപയോഗിച്ചിട്ടും ബ്ലീച്ച് ചെയ്തിട്ടും ഫേഷ്യൽ ചെയ്തിട്ടെല്ലാം ഒക്കെ ഒരു ബലം കാണാത്തവരായിരിക്കും. അപ്പോൾ ഇതെന്നെല്ലാം പറയുന്നത് നമ്മൾ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഗുണം ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇതിനെ കൊണ്ട് വരാനില്ല. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് സംഭവം. അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 15 സ്ട്രോബെറിയും ഒരു ആപ്പിളും മാത്രമാണ്. അപ്പോൾ താഴെ കാണുന്ന ബാക്കിയുള്ള ഫ്രൂട്ട്സെല്ലാം എൻ്റെ കട്ടിംഗ് ബോർഡിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഇതിൽ മുന്നേ ഞാനൊരു ജ്യൂസ് ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നു ഇത്രയും ഐറ്റംസ് വേണമെന്നുള്ളത്. അത് സംഭവം കട്ടിംഗ് ബോർഡാണെന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആപ്പിൾ നമുക്ക് തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡെല്ലാം മാറ്റിയിട്ട് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ സ്ട്രോബെറി നമ്മൾ വളരെ നന്നായിട്ട് തന്നെ കഴുകണം. കാരണം സ്ട്രോബെറി നന്നായി കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ സ്ട്രോബെറീൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഫൈബേഴ്സും അതേപോലെ തന്നെ ഫോളിക് ആസിഡും വിറ്റാമിൻ സിയും മിനറൽസ് എല്ലാം അടങ്ങിയ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ഈ സ്ട്രോബെറി എന്ന് പറയുന്നത്. ഈ സ്ട്രോബെറീൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ നമുക്ക് മുഖം നല്ല കളറ് വരാനും അതേപോലെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് കുരു വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ഈ കുരു വരുന്ന പ്രോബ്ലം ഇല്ലാണ്ടാവാനും ഈ സൺലൈറ്റ് കൊണ്ടിട്ട് കറുപ്പ് വന്ന ആ ഒരു പാടുകൾ മാറാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഈ സ്ട്രോബെറി എന്ന് പറയുന്നത്. പിന്നെ ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ നമ്മളെല്ലാവരും കേട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെ അത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും നിറം വരാനും സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ആപ്പിളും. അപ്പോൾ ഇതെല്ലാം ചെറിയ പീസസായി കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലെൻഡറിലാകുമ്പോൾ അത് നന്നായി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് വെള്ളത്തിലും അടിക്കാം പാലിലും അടിക്കാം. അപ്പോൾ പാലിലടിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പാലിലാണ് അടിക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതിലാണ് പിന്നെ പാലെടുക്കേണ്ടത്. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തേനാണ്. ഒരു 2 ടേബിൾ സ്പൂണ് മാത്രം തേന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. തേനിടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ പഞ്ചസാര ഇട്ടിട്ട് അടിക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം കുറച്ച് കാലം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നേരം ദിവസവും ഈ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് കുടിച്ചാൽ ആ ജ്യൂസിൻ്റെ എല്ലാ ഗുണങ്ങളും പോവും. അതുകൊണ്ടാണ് പിന്നെ ആരോഗ്യത്തിന് വലിയ നല്ലതല്ലല്ലോ ഈ പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക തേന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ തേനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂണ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിൽ 1 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ ഇത് അടിക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അടിച്ചെടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളെപ്പം ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ഏതൊരു ജ്യൂസായാലും അത് അരിച്ച് കുടിച്ചത് കൊണ്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോവും. അതിൻ്റെ എന്താ പറയുക അതിലുള്ള ആ ഒരു സുക്രോസോ അതെല്ലാം മാത്രമാണ് നമ്മളെ ശരീരത്തിലേക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് സ്ട്രോബെറി ആയാലും ആപ്പിൾ ആയാലും അതിൽ അരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. തൊലി കളഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ആപ്പിളിൻ്റെ തൊലിയും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അടിച്ച് കുടിക്കുക. അപ്പോൾ വളരെ നല്ല ഇതാണ്. അതായത് ദിവസം നമ്മളൊരു 4 സ്ട്രോബെറി വെച്ച് കഴിച്ചാലും 1 ആപ്പിൾ വെച്ച് കഴിച്ചാലെല്ലാം നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മളെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ ബ്രൈറ്റൻ ചെയ്യാനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. പിന്നെ ഇതിൽ മുന്നേ ഞാൻ കുറച്ച് സ്കിൻ വൈറ്റനിങ് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കമൻറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു അതെല്ലാം എന്നുള്ളത്. അപ്പം ഇതും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ കുറച്ച് സ്ട്രോബെറി എല്ലാം കുറച്ചൊരു വിലയുള്ള സാധനമാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എങ്കിലും പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.